നമ്മുടെ ആക്ടർ രാജേഷ് മാധവൻ സംവിധാനം ചെയ്തിട്ടുള്ള പെണ്ണും പോരാട്ടം നിങ്ങൾ കണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ കണ്ടത്. ഇത് 2025 IFFKയിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു ഇതിൻ്റെ തിയേറ്റർ റിലീസ്. സോ ആ ഒരു സമയത്തും നല്ല അഭിപ്രായമൊക്കെ ലഭിച്ചൊരു സിനിമയാണിത്. സോ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു വില്ലേജ് ബാക്ക്ഡ്രോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് പെണ്ണും പോരാട്ടം. എനിക്ക് അഭിമാനമുണ്ട്, എനിക്കുണ്ട്. പട്ടട എന്ന് പറഞ്ഞൊരു ഗ്രാമം, അവിടെ ചാരുലത എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കുറിച്ചൊരു റൂമർ സ്പ്രെഡ് ആവുന്നു. സോ ഈ റൂമർ അവ വില്ലേജിലുള്ള എല്ലാവരും അറിയുന്നു. ശേഷം അവര് ഒട്ടും ചിന്തിക്കാതെ തന്നെ ആ പെൺകുട്ടീനെ കുറ്റം പറയുന്നു. അതിൻ്റെ പുറകെ അങ്ങ് പോകുന്നു കുറേ ആളുകൾ. അതേസമയം തന്നെ ആ നാട്ടിലെ ഈ ഒരു ചാരുലത എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിൻ്റെ നായയ്ക്ക് പേ ഉണ്ടെന്നുള്ളൊരു ന്യൂസും വരുന്നു. സോ അതും ആ ഒരു നാട്ടിലങ്ങനെ സ്പ്രെഡാവുന്നു. അപ്പോൾ കുറേ ആളുകൾ ആ ഒരു നായേനെ പിടിക്കാനായിട്ട് അതിൻ്റെ പുറകെയും പോകുന്നു. സോ വളരെ നോർമലായിട്ടുള്ള സിറ്റുവേഷനാണ്, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വളരെ കെയോട്ടിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറുന്നു. കുറേ ആളുകൾ ഈ ഒരു പെൺകുട്ടീനെ കുറ്റം പറയുന്നു, അതോടൊപ്പം തന്നെ നായയെ പിടിക്കുന്നു. സോ തുടർന്ന് നടക്കുന്ന സംഭവമൊക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. എനിക്ക് ഈ സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു നറേറ്റീവ് തന്നെയാണ്. ഡയറക്ടർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ ഒരു സിനിമയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഈ മൃഗങ്ങളുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ ഒരു സിനിമയിലെ ഹ്യൂമൻ ബിഹേവിയറിനെ കാണിക്കുന്നത്. നമ്മൾ ഹ്യൂമൻസ് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു റൂമറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ നോക്കാതെ തന്നെ അതിനൂടെ പ്രതികരിക്കും. പക്ഷെ മൃഗങ്ങൾ അങ്ങനെയല്ല. അവർ അവരുടെ ബേസിക് ആയിട്ടുള്ള സർവൈവല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാറ്. സോ ഈ ഒരു സംഭവത്തിലൂടെ ഹ്യൂമൻസിൻ്റെ ഈ ഒരു എന്താണ് സ്വഭാവം, സറ്റയറും അതുപോലെ ഓവർ എക്സാജറേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് അത്യാവശ്യം നല്ല കോമഡി രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേയൊക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് വില്ലേജിലെ കുറേ ആളുകളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കെയോട്ടിക് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അതും നല്ല രസമായിരുന്നു ഈ ഒരു സിനിമയിൽ. പിന്നെ ഈ ഒരു സിനിമ ടെക്നിക്കൽ സൈഡും അതുപോലെ മ്യൂസിക്, സൗണ്ട് എല്ലാം എന്താണോ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് അത് ഈ സിനിമ ചെയ്തിട്ടുണ്ട്. സോ അതുമൊക്കെ നല്ല ഡീസൻറ്റ് വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമയിൽ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഈ സറ്റയറിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. സോ അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ ചില സീനുകൾ കുറച്ച് സ്ട്രെച്ച്ഡ് ആവുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഈ സിനിമയിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചാരുലത എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആക്ട്രസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്ക്രീൻ ടൈം ഒക്കെ കുറവായിരുന്നു, എന്നാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പേരറിയാൻ മേലാത്ത കുറേ ആളുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള റോളുകൾ. എല്ലാവരും നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഒരു പാലക്കാട് ഗ്രാമത്തിലാണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത്. സോ അവരുടെ ആ ലാംഗ്വേജും എല്ലാം ഒക്കെ ആകുമ്പോൾ നല്ല രസമായിരുന്നു സിനിമ കാണാൻ. പിന്നെ ഈ ഒരു സിനിമ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. സോ ഈ വില്ലേജ് ബാക്ക്ഡ്രോപ്പിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന സിമ്പിൾ എക്സ്പെരിമെൻ്റൽ മൂവീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പെണ്ണും പോരാട്ടം മിസ് ചെയ്യരുത്. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കുക. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.